അവിടുത്തെ മാലയിൽ കാണാം വലിയ പടവിരിപ്പായി തങ്ങൾക്ക് കിട്ടി. എത്രത്തോളം വശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂടാക്കി കാട്ടി നടന്നോ രാത്രി നടക്കുകയാണ്. ലൈറ്റില്ല, ടോർച്ചില്ല, എമർജൻസി ഇല്ല. ആ സമയത്ത് കൈവീരൽ ചൂടാക്കി കാട്ടി നടന്നോ കയ്യിന്റെ വിരലിൽ കത്തിച്ചൊലിച്ചുവോ തങ്ങളെ കയ്യിന്റെ വിരൽ കത്തിച്ചൊലിക്കുകയാ. ഇനി വിലായത്തിന്റെ പദവിയിലേക്ക് കടന്ന ഏതൊരാളുണ്ടോ അവന്റെ മുഴുവനും അത്താണിയാരാണ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ എണ്ണി പറഞ്ഞ 4 ശേഖന്മാരും 4 കുതുബുകളും ഹബീബിന്റെ പേരമക്കളാണ്. 4 മഹ്ലുബൈത്തിന്റെ പരമ്പരയിൽപ്പെട്ടവരാണ്. ഔദുലാദ് തങ്ങളെ മാലയിൽ കാണാം മത്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്തമാ ഉമ്മ ഭാഗത്തിലൂടെ കയറിപ്പോയാലും വാപ്പ ഭാഗത്തിലൂടെ കയറിപ്പോയാലും 2 റൂട്ടും ചെന്നെത്തുന്നത് ഹബീബുൽ മുസ്തഫ. ഇനി റിഫായി ശൈഖിന്റെ പരമ്പര പരിശോധിച്ചു നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ആ പരമ്പര കയറുന്നത് ഹബീബിലേക്കാണ്. ഇനിയോ അഹ്മദുൽ ബദവി തങ്ങളെ പരിശോധിച്ചു നോക്കിയാലും ഇബ്രാഹിം ദസൂഖി തങ്ങളെ പരിശോധിച്ചു നോക്കിയാലും അതൊക്കെയും അടിവേര് കയറുന്നത് ഹബീബിലേക്കാണ്. ആ റിഫായി ശൈഖ് തങ്ങളെ ഹബീബിന്റെ ചാരത്തിലുണ്ടോ എന്നിട്ട് പറഞ്ഞു ഹബീബേ في حالة البعد روحي كنت أرسلها ഹബീബേ ഞാനങ്ങ് ദൂരെയായിരിക്കുമ്പോ ഞാനങ്ങ് അകലത്തിലാകുമ്പോ ഞാൻ എന്റെ ആത്മാവിനെ അങ്ങയുടെ സമീപത്തേക്ക് പറഞ്ഞയക്കാറുണ്ട്. ഞാൻ എന്റെ റൂഹിനെ അങ്ങയുടെ ശരീരത്തേക്ക് ഞാൻ അയക്കാറുണ്ട് ഹബീബേ. എന്നാൽ വിഹാലത്തിൽ كنت أرسلها تكفر الأرض عني وهي نائبتي فهذه نوبة الأسباب قد هضرت. എന്നാൽ ഹബീബേ ഞാനിപ്പം വന്നത് ഞാൻ എന്റെ ആത്മാവിനെ പറഞ്ഞയച്ചതല്ല, പിന്നെയോ ഞാൻ എന്റെ ശരീരവുമായി അങ്ങയുടെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പന്തുതിയ അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം പന്തുതിയ മീനക്കാ തങ്ങളെ വലതുകയും നീട്ടിത്തരുമോ? പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട്. ഇത് ധാരാളം 90,000 ആളുകൾ ആ റൗദ ശരീഫിന്റെ സമീപത്തിരുന്ന് സാക്ഷികളായി പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട റിഫായി തങ്ങൾ പറയുന്നത് അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തരാമോ? അത്ഭുതമാണ്. റൗദ ശരീഫിൽ ഒരു വിടവ് വന്നുപോയി. ആ ചെറിയ വിടവിനുള്ളിലൂടെ കൈ നീട്ടിക്കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ കൈയടിഞ്ഞു ചുംബിച്ചു. എന്നിട്ട് സായൂച്ച മടയുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പലർക്കും അടിക്കുന്ന ഒരു സംശയം, ഔദുലാദ് നമ്മക്കാണോ അതല്ല റിഫായി ശൈഖ് നമ്മക്കാണോ ഏറ്റവും വലിയ പദവി? ചില ആളുകൾ പറഞ്ഞത് റിഫായി ശൈഖിനാണ്. അവർ ഉദ്ധരിച്ച് അതിന്റെ തെളിവുദ്ധരിക്കുന്നത് ഇതാണ്. ഹബീബ് നേരിട്ട് കൈ നീട്ടി കൊടുത്തതാർക്കാണ്? അത് റിഫായി ശൈഖ് തങ്ങൾക്കാണ്. അപ്പൊ അത്ര വലിയ പദവി ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. ഞാൻ ഒറ്റ സംഭവം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി തങ്ങളുടെ കുട്ടിയുണ്ട്, ശിഷ്യൻ, ബഹുമാനപ്പെട്ട ഖതീബ് ജമാലുദ്ദീൻ. ആ ഖതീബ് ജമാലുദ്ദീൻ എന്നവർക്ക് ഇസ്മായിൽ എന്നവരുടെ തോപ്പ് വേണം, ഒരു തോട്ടം. ആ തോട്ടം ഉസ്താദിനോട് എന്ന് പറഞ്ഞു, ഉസ്താദേ അതൊന്ന് വാങ്ങിത്തരണം എനിക്ക് ആ തോട്ടം. റിഫായി ശൈഖ് നമ്മൾ പറഞ്ഞു ആയിക്കോട്ടെ നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കി. എന്നിട്ട് ചോദിച്ചു,
ഇസ്മായിൽ എന്നവർ ചോദിച്ചൊരു തോപ്പ് ആയവിലക്ക് തരുമോ കേട്ടോവർ ദുനിയാവിലുള്ള മുതലിൽ വേണ്ടെന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. ഇസ്മായിൽ എന്നവർ പറഞ്ഞു, ബഹുമാനപ്പെട്ട പറഞ്ഞു, ആ തോട്ടന്റെ ശിഷ്യന് കൊടുക്കാമോ? അതിന് എത്ര വില വേണം ഞാൻ തരാം. ഇസ്മായിൽ എന്നവർ പറഞ്ഞു, തോപ്പ് ഞാൻ തരാം, പക്ഷേ എനിക്ക് നിങ്ങൾ വരുന്ന ഈ ഭൗതികമായ ഈ ലോകത്തെ പ്രതിഫലമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് സ്വർഗത്തിലിടവാനാണ്. ഇബ്രാഹിം ശൈഖ് തങ്ങൾ ചോദിച്ചു, അതാണോ നീ ചോദിക്കുന്നത്? അതേ, നിങ്ങൾക്ക് തോപ്പ് വേണമോ? സ്വർഗത്തിലൊരിടമിടന്നാൽ നിങ്ങൾക്ക് ആ തോപ്പ് ഞാനെന്ന് തന്നേക്കാം. ഇബ്രാഹിം ശൈഖ് റളിയല്ലാഹു അൻഹു അല്പസമയം ഇല്ലാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആയിക്കോട്ടെ, ഇസ്മായിൽ ആ തോപ്പ് എന്റെ ശിഷ്യനായ ജമാലുദ്ദീൻ കൊടുക്കുള്ളൂ, നിനക്ക് ഞാൻ സ്വർഗത്തിലിടം തരാം. ഉടനെ തന്നെ ഇസ്മായിൽ പറഞ്ഞു, അങ്ങനെ തരാനായിട്ടില്ല, തരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എഗ്രിമെന്റ് എഴുതിയിട്ട് തരണം, ഒരു പേപ്പർ അത് ഗ്യാരണ്ടി പേപ്പറായിട്ട് എനിക്ക് തരണം. ഇബ്രാഹിം നമ്മൾ പേന കൊണ്ടുവന്നു, അതിൽ എഴുതി കൊടുത്തു, സ്വർഗത്തിലെ തോപ്പിന് പകരം ഈ തോപ്പിന് ഇസ്മായിൽ എന്നവർ ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ വിറ്റിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ വിറ്റു എന്ന പേപ്പർ കരാറ് പേപ്പർ എഴുതിയിട്ട് ഇബ്രാഹിം ശൈഖ് നടന്നു നീങ്ങുമ്പോ ഇസ്മായിൽ അവർ ഓടിച്ചെന്നു. മക്കൾ തോപ്പ് നനക്കുകയാണ്, തോട്ടം നനക്കുകയാണ്. 4 മക്കളുണ്ട് ഇസ്മായിൽ എന്നവർക്ക്. അവിടെ ചെന്ന മക്കളോട് പറഞ്ഞു, മക്കളെ, തോട്ടം വിറ്റുപോയി, തോട്ടം നമ്മുടേതല്ല. ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നു, വാപ്പായി നല്ല പണിയാണ്, എന്തിനായി നല്ലൊരു തോപ്പ് വിറ്റത്? ഇസ്മായിൽ എന്നവർ പറഞ്ഞു, വെറുതെ വിറ്റതല്ല, സ്വർഗത്തിൽ നല്ലൊരു പദവി തരാമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ശൈഖ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കൾ ചോദിക്കുന്നത്, വാപ്പാക്കല്ലേ, ഞങ്ങൾക്ക് കിട്ടുമോ? ഉടനെ തന്നെ ഇസ്മായിൽ എന്നവർ പറയുന്നത്, കിട്ടും മക്കളെ, നിങ്ങൾക്കും കിട്ടും. ഉടനെ തന്നെ കാലങ്ങൾ കൂടുതൽ കഴിഞ്ഞിട്ടില്ല, ഇസ്മായിൽ എന്നവർ മരിക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ ഒരു വസിയത്ത് എഴുതിയ വസിയത്ത് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ശൈഖ് തങ്ങൾ എഴുതിയിരുന്ന എഴുത്ത് അതിന്റെ കവമ്പടവിൽ വെച്ച് മറവ് ചെയ്യണം. മക്കൾ അതുപോലെ മറവ് ചെയ്ത് സുബ്ഹാനല്ലാഹ്, അങ്ങനെ മറവ് ചെയ്ത് പിറ്റേന്ന് നേരം പുലർന്നു നോക്കുമ്പോ മക്കളെടുത്ത് വരി കയ്യിൽ കൊടുത്തോ. പിറ്റേന്ന് നേരം പുലർന്നു സുബ്ഹാനല്ലാഹ്, മക്കൾ കവർ പുറത്ത് ചെന്ന് നോക്കുമ്പോ ഒരു കത്ത് കിട്ടുന്നു. അതിന് ആയത്ത് എഴുതിയിട്ടുണ്ട്, വല്ലദീ വഅദനീ റബ്ബീ ഹഖ്ഖാ, എനിക്ക് വഅദ ചെയ്തത് എനിക്ക് കിട്ടിപ്പോയി. മക്കൾ നേരെ കത്തെടുത്ത് ഇബ്രാഹിം ശൈഖ് തങ്ങളെ കയ്യിൽ കൊടുത്തു. ഇത് ഉപ്പാടെ കബറിൽ പുറത്തുനിന്ന് കിട്ടിയതാ. ഉടനെ തന്നെ ഉപ്പ ആ കത്തിനകത്ത് ഇബ്രാഹിം ശൈഖ് തങ്ങൾ ആ കത്തിനെ 4 കഷ്ടമാക്കി ചീന്തിയിട്ട് ഓരോ കഷ്ടം 4 കഷ്ടവും 4 മക്കൾക്ക് വീതിച്ചു കൊടുത്തു. ഇവിടുത്തെ മാലയിൽ സംഭവം കാണാം, ധാരാളം കിതാബുകളിൽ സംഭവം കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഔലിയാക്കളെ കൊടുക്കി മഹോന്നതമായ പദവിയിലേക്ക് എത്തിയത് അവരുടെ ജീവിതം സംശുദ്ധമാക്കിയിട്ടാണ്, അവർ സൂക്ഷ്മതമായി പാലിച്ചിട്ടാണ്. ഇബ്രാഹിം ശൈഖ് തങ്ങളെ മാലയിൽ തന്നെ കാണാം, ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാം 40 വട്ടം ഇബ്രാഹിം ശൈഖ് തങ്ങൾ സമീപത്ത് വന്നു. 1 അല്ല 2 അല്ല 40 തവണ വരുന്നതാരാണ്? ഖദർ അലൈഹിസ്സലാം 40 നാളോളം മുമ്പിൽ ഖദർ വന്ന്
മിണ്ടിയില്ല. 40ാമത്തെ തവണ റിഫായി ശൈഖ് തങ്ങളെ സമീപത്ത് വന്ന ഖദർ അലൈഹിസ്സലാം പറയുന്നു, ഇതുപോലെ ഔലിയാക്കളിൽ ഞാൻ ആരെയും ഇതുപോലെ കണ്ടില്ല എന്നോ. പല ഔലിയാക്കളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, പല ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടെങ്കിലും ഇതുപോലെ നാവിനെ സൂക്ഷിക്കുന്ന ഒരു മഹാനെ റിഫായി ശൈഖിനെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ടാ